ഞാൻ രതീഷ്. ഞാനൊരു ജീപ്പ് ഡ്രൈവറാണ്. ഞാൻ ജീപ്പ് ഓടിച്ച് വളരെ തുച്ഛമായ വില കൊണ്ടാണ് ഞാൻ കുടുംബം പോറ്റുന്നത്. ഒരു ദിവസം പതിവ് പോലെ ഞാൻ ദിവസവും ജീപ്പെടുത്ത് ഇറങ്ങി. നിരവധി ആളുകളെ കൊണ്ടുപോയി അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുചെന്ന് വിട്ട് ആകസ്മികമായിട്ടുള്ള തിരിച്ചുവരവിൽ ഞാൻ സമയം നോക്കിയപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. 12 മണി. കുറുക്കന്മാരുടെ ഓരിയിടൽ കേട്ടു. കൂട്ടിൽ നത്ത് കരയുന്ന കൂമൻ്റെ കരച്ചിലും കാലങ്കോയുടെ കരച്ചിലും അടുത്തെത്തി. ഒരു കൊലുസിൻ്റെ ശബ്ദം. എന്നിട്ട് നോക്കിയപ്പോൾ ഒരു ചുരിദാറിട്ടൊരു പെൺകുട്ടി വഴിയരികിൽ നിൽക്കുന്നു. എൻ്റെ വാഹനത്തിന് കൈ കാണിച്ചു. ഞാൻ നിർത്തിയില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സ്ത്രീയെ കാണുന്നില്ല. എൻ്റെ ജീപ്പിൻ്റെ പുറകിൽ നിന്ന് ഒരു ചോദ്യം: സമയം എത്രയായി? തിരിഞ്ഞു നോക്കിയതും വഴിയിൽ കണ്ട അതേ സ്ത്രീ തന്നെ ജീപ്പിൻ്റെ പിന്നിൽ ഇരിക്കുന്നു. ജീപ്പിൻ്റെ ബാക്ക് വീൽ ചെളിയിൽ താഴ്ന്നു. വളരെ കഷ്ടപ്പെട്ട് ഞാൻ ജീപ്പിൻ്റെ ബാക്ക് വീൽ തള്ളിക്കയറ്റി. എന്നിട്ട് ഞാൻ ജീപ്പിൽ നോക്കിയപ്പോൾ ജീപ്പിൽ ആ സ്ത്രീയെ കണ്ടില്ല. ഇതിങ്ങനെ പല വഴിയിലും പല പ്രാവശ്യവും തുടർന്നുകൊണ്ടിരുന്നു. ഒരു കണക്കിന് ഞാൻ വീട്ടിലെത്തി. ഞാൻ എൻ്റെ ഏട്ടനോട് കാര്യം പറഞ്ഞു. ഏട്ടനും കൂടി അവിടെ ചെന്ന് അന്വേഷിച്ചു. അവിടെ ഒരു 15 വയസ്സുള്ളൊരു യുവതി റോഡ് അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് 4 വർഷം മുമ്പ്. അതിൻ്റെ ചരമവാർഷിക ദിവസങ്ങളിൽ ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇവിടെ വഴിയരികിൽ പല വാഹനങ്ങൾക്കും ലിഫ്റ്റ് ചോദിക്കാറുണ്ട്. പിന്നീട് ഞാൻ ആ വഴിയിൽ കൂടി ഒരിക്കലും പോകാറില്ല.